ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയമാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒടിഞ്ഞ കാലം ഉപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന കാഫ്കേനെയാണ്. ഇത് കണ്ട് വൈസ് ക്യാപ്റ്റൻ മാസ് കാണിക്കാൻ ശ്രമിക്കുകയാണോ? കാഫ്ക, നിന്റെ സ്ഥിതി ഗുരുതരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഷീൽഡ് ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യും. അത് കുഴപ്പമില്ല എന്ന് പറയാണ് കാഫ്ക. റീനോ, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നീ അത് കാര്യമാക്കണ്ട. സീനിയർ, ഞാൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് കൈനീട്ടുവാണ് റീനോ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിലും വെച്ച് ഏറ്റവും നല്ലവനാണിവൻ. ഇവനെ പോലെ ഒരുത്തൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കവിടാം എന്ന് കാഫ്ക പറഞ്ഞ് റീനോന് കൈ കൊടുക്കുന്നു. എന്നെ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. എന്താന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. കാഫ്കനെയും പുറകിലേറ്റിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് റീനോ. കമോൺ റീനോ, നിന്നെ കൊണ്ട് പറ്റും. നമ്മുടെ രണ്ടുപേരുടെയും പവർ യൂസ് ചെയ്ത് ഇവിടെയുള്ള എല്ലാ കൈജസിനെയും നമുക്ക് ഇല്ലാതാക്കാം. അതൊക്കെ ശരി, പക്ഷെ ഇവിടെയുള്ളവരെന്ത് നമ്മൾ ഇങ്ങനെ നോക്കുന്നേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് റീനോ. ഇതൊക്കെ കണ്ട് നമുക്ക് ഇവരെ അങ്ങ് പാസ്സാക്കി വിട്ടാലോ? അങ്ങനെയെങ്കിലും ഇവരിതൊക്കെ നിർത്തട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. റീനോ, നീ ആ ഷിനോമിയെ ഫോളോ ചെയ്ത് പെട്ടെന്ന് പോ. എന്നാ മാത്രമേ നമുക്കും കൈജോസിനെ ഇല്ലാതാക്കാൻ പറ്റൂ. ഇതേ സമയം ഷിനോമി ആണെങ്കിൽ എല്ലാ കൈജോസിനെയും ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുവാണ് കാഫ്ക. എന്ന് ഷിനോമി ആണെങ്കിൽ അവളുടെ കൺമുമ്പിൽ വരുന്ന എല്ലാ കൈജോസിനെയും ഒന്നിനെ പോലും വിടാതെ എല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുന്നു. അത് ശരി, അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും നമുക്ക് സമയം തരുന്നില്ലല്ലോ. ഡെൽറ്റ ഏരിയയിലുള്ള ലാസ്റ്റ് കൈജുനെയും അവൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ അടുത്തത് കാഞ്ചുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ അതിന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുവാണ്. തന്റെ മുമ്പിലുള്ള ആ വലിയ കൈജുന് നേരെ അവൾ അങ്ങ് ചാടുന്നു. ലാസ്റ്റ് വൺ. സോ അവിടെയുള്ള എല്ലാ കൈജൂസിനെയും അവർ ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ ഫൈനൽ എക്സാം അവസാനിച്ചിരിക്കുന്നുവെന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നു. എന്നിതൊക്കെ കേട്ട് കാഫ്കയും റീനോയും അന്തം വിട്ടു നിൽക്കുവാണ്. എല്ലാ കൈജൂസിനെയും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഒന്ന് വാമായിട്ട് വരുമായിരുന്നു രണ്ടുപേരും. അപ്പോഴേക്കും എല്ലാം തീർന്നു. അങ്ങനെ എക്സാം അവസാനിച്ചത് കൊണ്ട് തന്നെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോൺസ് എല്ലാം അവർ തിരിച്ചു വിളിക്കുന്നു. ഇഞ്ചുറീസ് പറ്റിയവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറയുവാണ് വൈസ് ക്യാപ്റ്റൻ. ആകിഗുരു ഷിനോമിയ വിചാരിച്ചതിനേക്കാൾ വളരെയധികം പവർഫുൾ ആണ് എന്ന് പറയുവാണ് ക്യാപ്റ്റൻ മീന. അവൾ ക്യാപ്റ്റന്റെ ശ്രദ്ധ വരെ പിടിച്ചു പറ്റിയല്ലോ എന്ന് ചിന്തിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ഇതിൽ 30 പേരെങ്കിലും ഡ്രോപ്പ് ഔട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്തു. ഇതിനെല്ലാം ആ ഷിനോമിയക്ക് വേണം നന്ദി പറയാൻ. എന്തായാലും പുലിക്കുണ്ടായത് പൂച്ചക്കുട്ടിയാവില്ലല്ലോ. ഡയറക്ടർ ഷിനോമിയുടെ മകളെന്ന സുമ്മാവാ. ഇതെല്ലാം ഇവളുടെ അടുത്ത് നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. തീർച്ചയായിട്ടും ഡിഫൻസ് ഫോഴ്സിൽ വലിയൊരു സ്ഥാനത്തോട്ട് അവൾ ഒരു ദിവസം എത്തും എന്ന് പറയാണ് വൈസ് ക്യാപ്റ്റൻ. ഡാഡി, നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാറി. ശരി, ആ മണ്ടൻ കാഫ്ക എവിടെയാണെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നിൽക്കുവാണ് ഷിനോമിയ. പെട്ടെന്നാണ് ആ കാര്യം സംഭവിക്കുന്നത്. ആകിഗുരു ഷിനോമിയ, അവളെ ഇപ്പൊ എല്ലാവരും ഒരു മോൺസ്റ്റർ എന്നാ വിളിക്കുന്നത്. അവൾ പറഞ്ഞ പോലെ തന്നെ അവൾ ഒരുപാടധികം മുന്നോട്ട് വന്നു എന്ന് ചിന്തിക്കുകയാണ് കാഫ്ക. അപ്പോഴാണ് ഇവരാ കാഴ്ച കാണുന്നത്. ഇവരില്ലാതാക്കിയ എല്ലാ കൈജൂസും ഇപ്പോഴാ അവരുടെ ജീവനോടെ എഴുന്നേക്കുന്നു. സീനിയർ, പെട്ടെന്ന് വാ, നമുക്ക് ഇവിടെ നിന്നും പോവാം എന്ന് പറയുവാണ് റീനോ. ഇതേ സമയം വെടികൊണ്ട് കിടക്കുന്ന ഷിനോമിയ ബ്ലഡ് കൂടുതലായിട്ട് പോവാതിരിക്കാൻ വേണ്ടി ആ സ്യൂട്ടിന്റെ പവർ യൂസ് ചെയ്യാണ്. ഇല്ല, എന്നെ കൊണ്ട് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇത് എവിടുന്നാ പ്രത്യക്ഷപ്പെട്ടെ? നിന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ കൈജു. ഇത് കേട്ട് ഷിനോമിയെ ഞെട്ടുന്നു. എന്ത്, അതിനെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വളരെയധികം പവർഫുൾ ആണെന്ന് തോന്നുന്നു. ശരി, എങ്ങനെയായാലും നിന്നെ ഇവിടെ നിന്ന് ജീവനോടെ ഞാൻ വിട്ടില്ല എന്ന് പറഞ്ഞ് എഴുന്നേക്കുവാണ് ഷിനോമിയ. അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ള. സോ വെടികൊണ്ട ഷിനോമിയ വേദന കൊണ്ട് അലറുന്ന ശബ്ദം ഇവിടെ ഓഫീസേഴ്സിന് കേൾക്കാനുണ്ട്. എന്തു പറ്റി? എന്താ അവിടെ നടക്കുന്നേ? അറിയില്ല സാർ. മരിച്ചുപോയ എല്ലാ കൈജൂസും ഇപ്പൊ ജീവനോടെ എഴുന്നേറ്റിരിക്കുന്നു. മാത്രമല്ല, ജീവനോടെ വന്നിരിക്കുന്ന എല്ലാ കൈജൂസിനും നേരത്തേതിനേക്കാൾ ഒരുപാടധികം പവർ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരാളെ കൊണ്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. ശരി, എല്ലാവരുടെയും റിമോട്ട് ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്തേക്ക് എന്ന് പറയാണ് വൈസ് ക്യാപ്റ്റൻ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഡ്രോൺസിനെ അയക്ക്. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. ഹോഷിനോ, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ മീന അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതേ സമയം ഇതിനകത്തുണ്ടായിരുന്ന എല്ലാ ഓഫീസേഴ്സിനോടും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്നു. ഇല്ല,
എന്നെ കൊണ്ട് പോവാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാ ഈ കൈജു ഒരുപാട് പേരുടെ ജീവനെടുക്കും. സോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ ഷിനോമിയ ഗണ്ണെടുത്ത് അതിന് നേരെ പിടിച്ചതും അതതിനെ തൂക്കിയെടുത്ത് ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. തെറിച്ചുപോയ ഷിനോമിയക്ക് ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ ഇല്ല, ഞാൻ തോറ്റു കൊടുക്കില്ല. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹേയ് ഷിനോമിയ, എപ്പോഴത്തെയും പോലെ നീയാണല്ലോ സ്കൂൾ ടോപ്പ്. എന്തായാലും നീ വേറെ ലെവലാ എന്ന് പറയുവാണ് അവളുടെ ഫ്രണ്ട്. ഇതേ സമയം അവളുടെ ഫ്രണ്ടിനെ കൊണ്ടുപോവാൻ അവളുടെ അച്ഛൻ വരുന്നു. സോ എല്ലാവരുടെയും മക്കൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി അവരുടെ പേരൻസ് അങ്ങോട്ട് വരുന്നു. എന്നാൽ ഷിനോമിയുടെ അച്ഛൻ ഒരിക്കൽ പോലും അവളെ ഒന്ന് അഭിനന്ദിക്കാനോ അവളെ പിക്ക് ചെയ്യാനോ സ്കൂളിലോട്ട് വന്നിട്ടില്ല. ഹേ കീഗറോ, മാസ്റ്റർ എന്ന് വീട്ടിലോട്ട് വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം സന്തോഷിക്കും. ഇത് കേട്ട് അവളും അത് ശരിയാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നാൽ വീട്ടിൽ വന്ന അവളോട് അവളുടെ അച്ഛൻ ഇപ്രാവശ്യവും ഫസ്റ്റ് റാങ്ക് വാങ്ങിയല്ലേ, പക്ഷേ അതൊന്നും വലിയ കാര്യമല്ല. നമ്മൾ ആഗ്രഹിച്ച വിജയം നമ്മൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാലോചിച്ച് സന്തോഷിച്ചിരിക്കുകയല്ല വേണ്ടത്. അടുത്ത വിജയം നോക്കി നമ്മൾ പോകണം. കീഗറു, ഈ നാടിന്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നീ പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാ മാത്രമേ മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് സന്തോഷാവൂ. ശരി അച്ഛാ, ഞാൻ തോൽക്കില്ല. എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആ കൈജിയോളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിന്നെ കൊല്ലാൻ എനിക്ക് എന്റെ ഒരു കൈ തന്നെ മതി. എല്ലാവരെക്കാൾ നീ സ്ട്രോങ് ആയിരിക്കണം എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞത് അവൾ ആലോചിക്കുന്നു. ഇതേ സമയമാണ് അവളുടെ ഒരു കൈ നമ്മൾ കാണുന്നത്. അതൊടിഞ്ഞ് ഡബ്ല്യു പോലെ ആയിരിക്കുന്നു. പെട്ടെന്നതാ ആ കൈജുവിന്റെ തലയിൽ 2 കൊമ്പുകൾ മുളച്ചു വരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഡ്രോൺ വഴി ഓഫീസേഴ്സ് കാണുന്നുണ്ട്. ഇതെല്ലാം ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അവർ ഇൻഫോം ചെയ്യുന്നു. ഓ, പ്രശ്നം ഗുരുതരാവുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അവസാനിച്ചു. എന്റെ ജീവിതം അവസാനിക്കാൻ പോവാ. ഐ ആം സോറി ഡാഡി. നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് കീഗറു. പെട്ടെന്നതാ അങ്ങോട്ടൊരാൾ വരുന്നു. ശരിക്കും നീ കലക്കി കീഗറു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? സോ അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കാഫ്ക ഹിബിനോ. പെട്ടെന്നാണ് അവർ നിന്നിരുന്ന സ്ഥലത്ത് വലിയൊരു സ്ഫോടനം നടക്കുന്നത്. ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. എന്നാ അത് കണ്ട് ഷിനോമിയക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും നേരം നീ ഫൈറ്റ് ചെയ്തത് കൊണ്ടാ ഇവിടെയുള്ള എല്ലാവരും ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. എന്നാ ഇനി ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതേ സമയം അവിടെയുള്ളവരെ സേഫ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുറുഹാഷി. സേഫ് ആയിട്ടുള്ള വഴി ഏതൊക്കെയാണെന്ന് ഫയർ ഗൺ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ് കാഗുറാഗി. ഓ, സേഫ് ആയിട്ടുള്ള വഴി അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടാ അവന് റേസിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഇതേ സമയം കാഫ്കനെയും തപ്പിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് റീനോ. ഹേ സീനിയർ, പെട്ടെന്ന് വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഹേയ്, ആ ഹാഞ്ചി ജീവനോടെ വന്നു. ആ സൈഡിലോട്ട് പോകരുത്, അവിടെ കീഗറു അതിനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. സീനിയർ, നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് റീനോ ചോദിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ കാഫ്ക കാണാനില്ല. എവിടെ പോയി? ഓ, ആവേശം കാണിച്ച് അവരൊരു കൈജു ആവാതിരുന്നാ മതിയായിരുന്നു. ഇനി അങ്ങനെ ആയാൽ ഇവിടെ വെച്ചായിരിക്കും അവരുടെ അവസാനം. ഇവിടെ എന്താ നടക്കുന്നേ? നിങ്ങളൊരു കൈജു ആണോ? ഇത് കേട്ട് കാഫ്ക അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ഡിഫൻസ് ഫോഴ്സിനോട് പറയരുത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം പ്ലീസ്. പെട്ടെന്ന് അവന്റെ പുറകിലുണ്ടായിരുന്ന കൈജു അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അത് ഒരു കൈവച്ച് അവനങ്ങ് തട്ടിത്തെറിപ്പിക്കുന്നു. ശരി, ആദ്യം ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. അതുവരെ നീ ഒന്ന് റെസ്റ്റ് എടുക്ക. ഇതേ സമയം ഡിഫൻസ് ഫോഴ്സിന് അവിടെ വേറെ എനർജിയുള്ള കാര്യം മനസ്സിലാവുന്നു. സോ വീണ്ടും ഒരു കൈജു വന്നിരിക്കുന്നു എന്ന് പറയുവാണ് ആ ലേഡി. ശരി, അതിന്റെ നമ്പർ എത്ര എന്ന് ചോദിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. 9.8. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇല്ല, അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ മിഷൻസ് കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു. ഇനി അത് സത്യമാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടതിലും വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൈജു ആണത്. എന്റെ പവർ എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ കാഫ്ക അതിനെ ഒറ്റയിട്ടി അങ്ങ് ഇടിക്കുന്നു. സോ അതിന്റെ ആ ഫോഴ്സ് കാരണം കൈജുവിന്റെ എല്ലാ പാർട്സും തെറിച്ചങ്ങ് പോകുന്നു. സോ അതിനെ ഇല്ലാതാക്കി കാഫ്ക മാസായിട്ട് നിൽക്കുവാണ്. പെട്ടെന്നാണ് അത് വീണ്ടും എഴുന്നേറ്റ് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അത് കാരണമാണെന്ന് തോന്നുന്നു കൈജുവും താഴെ വീഴുന്നു. എന്ത്, ഇവരുടെ ഉള്ളിൽ ഇത്രയും ശക്തിയോ എന്ന് ചിന്തിക്കുകയാണ് ഷിനോമിയ. പെട്ടെന്ന് തന്നെ ഷിനോമിയക്ക് പുറകിലുണ്ടായിരുന്ന ഒരു കൈജുയെ അടിച്ച് തെറിപ്പിക്കുകയാണ് കാഫ്ക. എന്താ മോളൂസെ നോക്കുന്നത്? ഇതിനെല്ലാം തോൽപ്പിച്ചത് നീയാ. പിന്നൊരു കാര്യം, കുറച്ച് സ്ട്രെങ്ത് ഉണ്ടെന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് മാസ് കാണിക്കാൻ നിൽക്കണ്ട. പെട്ടെന്നാണ് കാഫ്കയുടെ മണ്ടക്കിട്ട് ആരോ അടിക്കുന്നത്. ഡേയ്, അത് ഞാൻ നിങ്ങളോട് വേണം പറയാൻ. ആവശ്യമില്ലാതെ ആളുകളുടെ മുമ്പിൽ വെച്ച് കൈജുവായി മാറിയാലുണ്ടല്ലോ, നിങ്ങൾ അവർ കൊന്നു കളയൂടാ
അതൊക്കെ ശരിയാണ്, പക്ഷേ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതല്ലേ നമ്മളുടെ ജോലി. എന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. സോ ഇവരിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷിനോമിയ ബോധം കെട്ട് വീഴുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഡിഫൻസ് ഫോഴ്സ് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓ, ഇതിനെ മുഴുവനായിട്ടും അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞല്ലോ, എന്താ ഇവിടെ സംഭവിച്ചേ എന്ന് ചിന്തിക്കുവാണ് വൈസ് ക്യാപ്റ്റൻ. സാർ, ഷെൽട്ടർ 6 ഇവർ 3 പേരും ഇപ്പോഴാണ് വന്നത്. പക്ഷെ അവർക്കിപ്പോ കാര്യമായിട്ട് വലിയ ഇഞ്ചുറീസ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് അവിടുത്തെ ഓഫീസർ വിളിച്ചു പറയുന്നു. കിഗ്രു ഷിനോമിയ വളരെയധികം സ്ട്രോങ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ അവളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. കൊന്നുകളഞ്ഞ കൈജു വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഈ സ്ഥലം മൊത്തമായിട്ടും ഇപ്പോ ബ്ലാസ്റ്റ് ആയിരിക്കുന്നു. ഇവിടെ എന്താ നടന്നതെന്ന് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, എന്നിട്ട് ഈ സ്ഥലം ക്ലീൻ ചെയ്തേക്ക് എന്ന് പറയുവാണ് ക്യാപ്റ്റൻ. ഇതിനോട് സമാനമായ സംഭവം 3 മാസം മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഇതുമായി എന്തെങ്കിലും ബന്ധം കാണുമോ എന്ന് ചിന്തിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ഹേയ്, കുഴപ്പമില്ല സീനിയർ, ഞാൻ പേടിച്ചതുപോലെ നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. കിഗ്രോയും ഇപ്പൊ നല്ല രീതിയിൽ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിഫൻസ് ഫോഴ്സിന്റെ ബെസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാ അവൾക്ക് ചികിത്സ കൊടുക്കുന്നത്. അവസാനം വരെ പിടിച്ചു നിന്ന് ഞാൻ, എന്നിട്ട് ചികിത്സ ഇപ്പൊ അവൾക്കോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവാണ് കാഫ്ക. പക്ഷേ അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് ഉള്ളത്. ശരിയാ, എനിക്കിപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ ലക്ഷ്യം നോക്കി ഓടുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കും. എന്നാ നിനക്കിത് കാരണം യാതൊരുവിധ പ്രശ്നവും ഇല്ലല്ലോ അല്ലേ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നു. ഇത്രയും ദൂരം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ മാത്രമാണ്. ഒരുപാട് നന്ദിയുണ്ട് റീനോ എന്ന് പറയാണ് കാഫ്ക. അപ്പോഴാണ് അവരുടെ പുറകിലായിട്ട് ക്യാപ്റ്റൻ മീന നിൽക്കുന്നത് അവർ കാണുന്നത്. കിഗ്രുവിനെ നീയാണ് സേഫായിട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ കേട്ടു. അവളെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് മീന ഒരു സല്യൂട്ട് കൊടുക്കുന്നു. ഇതേ സമയം കാഫ്ക എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും ഇല്ല, ഇങ്ങനൊരു അവസ്ഥയിൽ അവളോട് സംസാരിക്കാൻ പാടില്ല. അവളിപ്പോ എന്നെക്കാൾ ഉയർന്ന ഒരു ഓഫീസറാണ്. അവൾക്ക് ഞാൻ സല്യൂട്ട് വേണം കൊടുക്കാൻ. തീർച്ചയായിട്ടും ഒരു ദിവസം ഞാനും അവളുടെ സ്ഥാനത്തോട്ട് വരും. പിന്നീട് നമ്മൾ കാണുന്നത് ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന ഷിനോമിയനെയാണ്. അവൾക്ക് അവളുടെ അച്ഛനെ പറ്റി ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അത്. ഇതിനോടകം കണ്ണുറന്ന ഷിനോമിയ അവിടെ എഴുന്നേറ്റിരിക്കുന്നു. നീയാണോ ആ കൈജുവിനെ കൊന്നേ? ഇത് കേട്ട് ഷിനോമിയ കാഫ്കയെ പറ്റി ഒന്ന് ആലോചിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ് അതിനെ ഇല്ലാതാക്കിയത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഷിനോമിയെ അറ്റാക്ക് ചെയ്ത ആ കൈജു ഇപ്പൊ ആ ടോയ്ലറ്റിൽ ഇരിക്കുന്നുണ്ട്. ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്ത് സംഭവിച്ചതെല്ലാം ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കൈജു. എന്ത്, ഒരാളുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ലെന്നോ? ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കൈജു നമ്പർ 8, ആ കൈജു ആണ് ഡിഫൻസ് ഫോഴ്സിന്റെ ജീവൻ രക്ഷിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്ത്, കൈജു നമ്പർ 8ഓ? ഇതേ സമയമാണ് ആ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. ഡേയ്, എത്ര നേരമായടാ പോയിട്ട്? ബ്രേക്ക് ടൈം അവസാനിച്ചു, പെട്ടെന്ന് വാടാ. പെട്ടെന്ന് അവൻ ഒരു മനുഷ്യനെ പോലെ രൂപം മാറ്റുന്നു. നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ചതിന് എന്നോട് ക്ഷമിക്കുക. രാവിലെ കഴിച്ചാൽ എന്തോ ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല, എങ്ങോട്ടെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് വേണം പോവാൻ. നീ പുതിയ പയ്യനാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ പിന്നെ അത് വലിയ തലവേദനയാവും. എന്നോട് ക്ഷമിക്കിട്ടോക്കോ. ശരി, വാ നമുക്ക് പോവാം. ഞാൻ കുറച്ചുകൂടി നന്നായി കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് ചിന്തിക്കുവാണ് രൂപം മാറിയ ആ കൈജു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.